മക്കളെ, അപ്പോൾ നമുക്ക് ഓണം എക്സാം എത്തിക്കഴിഞ്ഞല്ലേ? യെസ്, അപ്പം മിക്ക സ്കൂളുകളിലും നാളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ പല സ്കൂളുകളിൽ ഡിഫറെൻ്റ് ആണെങ്കിലും ലാംഗ്വേജ് തന്നെയാണ് മിക്ക സ്കൂളുകളിലും ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ നമ്മൾ ലാംഗ്വേജസിൻ്റെ ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജസിൻ്റെ എല്ലാ സെക്കൻഡ് ലാംഗ്വേജസിൻ്റെയും ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ എവിടെയാണ് ലാംഗ്വേജസിൻ്റെ ലൈവ്? നമ്മുടെ ചാനൽ നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എവിടെയാണ് നമ്മൾ ലാംഗ്വേജസിൻ്റെ ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ +1 സയൻസ് ചാനലായിരിക്കും ലാംഗ്വേജസിൻ്റെ ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് സാൻസ്കൃത് ആണെങ്കിലും ഉറുദു ആണെങ്കിലും ദെൻ ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഓക്കെ, ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കുള്ള ലൈവുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, കൃത്യം ഓർത്തിരിക്കുക, നിങ്ങൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ കൊമേഴ്സ് ചാനലല്ല എജുപോർട്ട് +1 സയൻസ് ചാനലിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വരും. ഓക്കെ, അവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അറബിക്ക്, ഹിന്ദി, മലയാളം, സാൻസ്കൃത്, ഉറുദു. ഓക്കെ, അപ്പോൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും അതിൻ്റെ എല്ലാം ലൈവും നമ്മുടെ സയൻസ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സമയം നമ്മൾ അതേ സമയം തന്നെയാണ്, കൃത്യം 7 മണിക്ക്. റൈറ്റ്, അപ്പോൾ നമ്മൾ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഹോം സയൻസ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ലാംഗ്വേജ് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി എക്സാംസ് ഇതേ ടൈം ടേബിൾ അല്ല, നാളെ അല്ല മിസ് ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ്, കുഴപ്പമില്ല. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലൈവിൽ കയറി അറ്റൻഡ് ചെയ്യാം. എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ചാപ്റ്റർ റിവൈസ് ചെയ്ത് വെക്കാം. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഓണം കഴിഞ്ഞിട്ട് ചില സ്കൂളുകളിൽ ഓണം എക്സാം നടത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പം എന്ത് ചെയ്യുക, ഇത്രയും കുട്ടികൾ ഒരുമിച്ച് പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൂടെ തന്നെ ലൈവിൽ കയറി ഇരുന്ന് കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് ആ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. കൃത്യം 7 മണിക്ക് തന്നെ എത്തി എന്ത് ചെയ്യുക, കൃത്യം ഈ ഒരു രീതിയിൽ തന്നെ ഈ ലൈവിൽ കയറി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. ഓക്കെ, യെസ്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക, ലാംഗ്വേജസ് നമ്മൾ അടിപൊളിയാക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാം ആയിരിക്കാം അല്ലേ, +1 കയറിയിട്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആയിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകണേ. എനിവേ സ്കൂളുകാരാണ് നടത്തുന്നതെങ്കിൽ പോലും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുക. കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് നമ്മൾ എന്താണെന്ന് നമ്മുടെ വീട്ടുകാരെ നാട്ടുകാരെ കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ലൈവ് കാണാൻ മറന്നു പോകരുത്. എജുപോർട്ട് +1 സയൻസ് ചാനലിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലാംഗ്വേജസ് എല്ലാം പോകുന്നത്. അപ്പം +1 ചാനൽ എടുത്ത് വെക്കുക. നിങ്ങളുടെ ലൈവ് ഏതാണോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ കൃത്യമായിട്ട് 7 മണിക്ക് തന്നെ നമ്മുടെ ലൈവിന് എത്തുക. ഓക്കെ, അപ്പോൾ എക്സാം അടിപൊളിയാക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.